വണക്കം. ഇന്നലെ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കുന്നതിന് മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധി, ധ്രുവ് രാഠി, പിന്നെ കേരളത്തിലെ കമ്മികൊങ്ങി സുഡാപ്പികൾക്ക് പിന്നെ അതൊരു നിത്യ തൊഴിലാണ്. യവന്മാർക്ക് ദിവസക്കൂലിയ മാസക്കൂലിയ എന്നറിഞ്ഞുകൂടാ. എന്തായാലും അവസാനം തേഞ്ഞുവാരി പണ്ടാരമടങ്ങി പോയാലും അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി യവന്മാർക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കിട്ടിയിട്ടില്ല. അങ്ങ് വണ്ടി കിട്ടി യവന്മാർ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്നൊരു 10 നൂറ്റാണ്ട് മുന്നിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഹെയ്ലി ലിങ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് മുമ്പിൽ ചൂളിപ്പോയി എന്നാണ് അവന്മാർ പറയുന്നത്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള സിബി ജോർജ് നല്ല മലയാളി അച്ചായം വന്ന് അവൾക്ക് നല്ല കിടുക്കാച്ചിയായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. ഇത് കേൾക്കാനുള്ള ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി ഓടിക്കളയാണ് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇറങ്ങി ഓടിക്കഴിഞ്ഞിട്ട് എവിടെ പോയതാണ് എന്ന് ചോദിച്ചപ്പോൾ നല്ല ചൂട് ഒന്ന് വെള്ളം കുടിക്കാൻ പോയതാണ് എന്നാണ് ഈ ഹെയ്ലി ലിങ്ക് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ചോദ്യം തന്നെ ദുരുദ്ദേശപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നാമത് പ്രധാനമന്ത്രി നടത്തിയത് പ്രസ് കോൺഫറൻസ് അല്ല, ബ്രീഫിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം, പ്രസ് കോൺഫറൻസിൽ ഇവർ ചോദ്യം ചോദിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത് വൈ ഷുഡ് വി ട്രസ്റ്റ് യു, അതായത് നോർവേ എന്തിന് ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് ഇവർ ആദ്യം തന്നെ ചോദിക്കുന്നത്. അവരുടെ നാട്ടിലേക്ക് വന്ന ഒരു ഗസ്റ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഗസ്റ്റിനെ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ എന്തിന് നിങ്ങളെ വിശ്വസിക്കണം എന്ന് ചോദിക്കേണ്ടത് തന്നെ വലിയൊരു അപമര്യാദയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും എക്കും പൊക്കും ഇല്ലാത്ത ഒരു അന്തിപത്രത്തിലെ മാധ്യമപ്രവർത്തക എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകയാണ് ഇവിടെയുള്ള സുഡാപ്പികളുടെ മദർ എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതിഭീകരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവരിങ്ങനെ പുച്ഛിച്ചു മുന്നിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ന് സ്വിച്ചിട്ട പോലെ ഫുൾ സ്റ്റോപ്പ് ആയത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുച്ഛിക്കുന്നത് സ്വിച്ചിട്ട പോലെ ഓഫായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നോർവേയിലെ ഒരു പത്രം, അവിടുത്തെ ഏറ്റവും വലിയൊരു പത്രം ഇന്ത്യയെക്കുറിച്ച് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കാർട്ടൂൺ എന്ന് പറയുന്നത് വംശീയ വെറിയുടെ അങ്ങേ അറ്റം തുളുമ്പി നിൽക്കുന്ന ഒരു കാർട്ടൂണാണ്. അപ്പോൾ ചിത്രമൊക്കെ ഏകദേശം വ്യക്തമായി. കാരണം എന്തുകൊണ്ടാണ് യവന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുച്ഛിച്ചത്? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല പുച്ഛിച്ചത്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തിയല്ല പുച്ഛിച്ചത്, മറിച്ച് ഇന്ത്യക്കാർക്കിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ഊക്കായിരുന്നു എന്ന് ഇന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞ് സ്വിച്ചിട്ട പോലെ ഷട്ടപ്പായിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പാമ്പാട്ടിയായിട്ടാണ് അവന്മാർ ഇതിനകത്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പാമ്പാട്ടിയായിട്ട് പ്രധാനമന്ത്രിയിൽ നിന്ന് മകുടി ഊതുന്നതാണ് യവന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, അതും നമ്മൾ ഏറ്റെടുത്തേനെ എന്ന് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു നിറം ഇവന്മാർ മൊത്തത്തിൽ കറുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് വംശീയ വിദ്വേഷം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ BJPക്ക് ഇവിടെ കോളടിച്ച പോലെയാവും എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം നല്ല വെളുത്ത് തെടുത്ത് മദാമ്മയുടെ മോനാണല്ലോ രാഹുൽ ഗാന്ധി. ആ മദാമ്മയുടെ മോനെ അപ്പം ഇത് ഏറ്റെടുക്കാത്തത് എന്തെന്നുള്ളൊരു ചോദ്യം BJPയുടെ പ്രവർത്തകരും BJPക്കാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ മദാമ്മയുടെ മോൻ അത് ഏറ്റെടുക്കുന്നത് കാണാനായിട്ട്. എന്തായിരുന്നാലും ഇന്ത്യക്കാരെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പാമ്പാട്ടിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ നോർവേ പത്രം എന്ന് പറയുന്നത്. എന്തായാലും 5 രാജ്യങ്ങളുടെ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നോർവേയിലെത്തിയപ്പോഴാണ് ഈ ആഫ്റ്റർ പോസ്റ്റൻ എന്ന് പറയുന്ന പത്രം നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അതിൻ്റെ തലക്കെട്ടാണ് ഏറ്റവും സൂപ്പർ, എ സ്നീക്കി ആൻഡ് സ്ലൈറ്റ്ലി അനോയിങ് മാൻ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ ഇവർക്കങ്ങ് അസ്വസ്ഥതയാണ്, അത് അസ്വാരസ്യമാണ്, അങ്ങ് കൃമികടി കൊള്ളയാണ് എന്നവർ കൃത്യമായിട്ട് അതിനകത്ത് തുറന്നെഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കത് സഹിക്കാനും ഞങ്ങൾക്കത് ഭയങ്കര അനോയിങ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനോയിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നാണ് അവർ കൃത്യമായി ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത്. എന്തായാലും സുഡാപ്പികളെങ്കിലും ഇതിനെങ്കിലും ഒന്ന് ന്യായീകരിക്കുക ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അവന്മാർ ചിലപ്പോൾ ന്യായീകരിക്കും. അവന്മാരോട് പറയാനുള്ള പൊട്ടന്മാരെ നിന്നെയൊക്കെ കൂടെ ചേർത്താണ് ഈ അവന്മാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. നേരത്തെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസ് ഇതുപോലെ ഒരു കാർട്ടൂൺ പുറത്തു വിട്ടത് മാത്രമേ അവന്മാർക്ക് ഓർമ്മയുള്ളൂ. എലൈറ്റ് ക്ലബ്ബിൽ, അതായത് ഗ്ലോബൽ സ്പേസിൻ്റെ എലൈറ്റ് ക്ലബ്ബിൽ അതിനകത്ത് നല്ല പൂണിയൊക്കെ വീർപ്പിച്ച് കുറേ ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പുറത്ത് ഒരു പാവപ്പെട്ട ഒരു കർഷകൻ ഒരു പശുവിനെയും കൊണ്ടുവന്ന് അതിനകത്ത് ഇങ്ങനെ മുട്ടുന്നു. അതാണ് അവന്മാർ ചാന്ദ്രയാൻ ദൗത്യം പൂർത്തിയായപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവന്മാർ പുറത്ത് വിട്ടിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവന്മാർക്ക് പ്രതിഷേധിക്കാൻ ഒരു ഗ്യാപ്പും നമ്മുടെ രാജ്യം കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഗഗൻയാൻ വന്നു. അത് കഴിഞ്ഞ് യവന്മാർക്കൊന്നും സാധിക്കാത്തൊരു കാര്യമുണ്ട്. യവന്മാർക്കൊന്നും സാധിക്കാത്ത കാര്യം എന്താണ്?
ചന്ദ്രനിലെ സൗത്ത് പോളിൽ ചെന്ന് നമ്മൾ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചന്ദ്രനിലെ സൗത്ത് പോളിൽ ചെന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. അതായത് സൗത്ത് പോളിൽ ഇടിച്ചാണ് എല്ലാ വാഹനങ്ങളും ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയി നമ്മുടെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്തു. യവന്മാരെയൊക്കെ അണ്ടം കയറിപ്പോയി. അങ്ങനത്തെ സെറ്റപ്പിലാണ് ഇന്ത്യ അവിടെ പോയി ലാൻഡ് ചെയ്തത്. അവസാനം ഇന്ത്യയെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ യവന്മാരൊക്കെ എത്തി എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയറിയപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഹൈടെക് AI വിദ്യകളൊക്കെ കണ്ടപ്പോൾ യവന്മാർ ഞെട്ടിത്തരിച്ചു പോയി എന്നുള്ളതാണ്. അമേരിക്ക പോലും തലയും ചൊറഞ്ഞുകൊണ്ട് ഇന്ത്യ എടുത്ത് വന്നു എന്ന് ചോദിച്ചോ, അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ ബ്രഹ്മോസ് കണ്ട് യവന്മാർ പകച്ചു നിൽക്കുകയാണ്. ആ ബ്രഹ്മോസ് സൗദി അറേബ്യ പോലും വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ആയുധ കച്ചവടത്തിൽ നമ്മൾ അതിഭീകരമായിട്ടുള്ള മാറ്റങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ തലങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നിറ്റ്സ് എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു ഡിഫൻസ് ചാനൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനെ മാത്രമല്ല പല രാജ്യങ്ങളിലെയും ഞെട്ടിച്ചൊരു റിപ്പോർട്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത വരാൻ പോകുന്ന ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറയുന്നത് കരയിലായിരിക്കും അല്ലേ? അല്ല, കടലിലായിരിക്കും. ഒരിക്കലുമല്ല. എങ്കിൽ പിന്നെ ആകാശത്തൂടെ വ്യോമമാർഗം അടിക്കുന്നതായിരിക്കും. ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇത് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് നിറ്റ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ബഹിരാകാശത്തു നിന്നായിരിക്കും അടി വരുന്നത്. അതായത് ബഹിരാകാശത്തു നിന്ന് താഴെ ഇറങ്ങി നിൻ്റെയൊക്കെ മൂലവും പൂരാടവും ഒന്നാക്കും. അതാണ് ഇന്ത്യയുടെ പരിപാടി. അങ്ങനെയാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം വെറുതെ ചുമ്മാ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതിനുശേഷം നമ്മൾ ഒരുപാട് ചാര ഉപഗ്രഹങ്ങൾ അയച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ചാര ഉപഗ്രഹങ്ങൾ അയച്ചപ്പോൾ ഇവിടെയുള്ള VSSCയിൽ നമ്മുടെ 2-3 ഉപഗ്രഹന്മാർ കടലിലോട്ടിട്ടതാണോ വീണതാണോ എന്നറിയില്ല. എന്തായാലും അതിനുശേഷം അജിത് ഡോവൽ ഇവിടെ വന്ന് തിരുവനന്തപുരം മൊത്തം ഒന്ന് കറങ്ങിയിട്ട് പോയി. VSSC മൊത്തം അജിത് ഡോവൽ ഒന്ന് കറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം അജിത് ഡോവൽ ഇവിടെ നമ്മുടെ മഹാചിപ്സി വന്ന് ഒരു പാക്കറ്റ് ചിപ്സും കുറച്ച് മുറുകും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം VSSCന്ന് കാര്യമായിട്ടുള്ള യാതൊരുവിധ വിക്ഷേപങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് എത്ര പേര് ശ്രദ്ധിച്ചു? VSSCന്ന് കാര്യമായിട്ടുള്ളതൊന്നും നടന്നിട്ടില്ല. ഇനി അതിനകത്തുള്ള സയൻറ്റിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? യവന്മാർ ജീവനോടെ ഉണ്ടോ? അതേ യവന്മാരെ ഒന്ന് കുഴിച്ചു മൂടിയോ? യാതൊന്നും തന്നെ അറിയില്ല. എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അജിത് ഡോവലാണ് വന്ന് പോയത്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, അവിടെ നിന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ചാര ഉപഗ്രഹം, ദൃഷ്ടി എന്നാണ് ആ ചാര ഉപഗ്രഹത്തിൻ്റെ പേര്. ലോകത്ത് ഒരു രാജ്യത്തിനുമില്ലാത്ത ക്യാമറ കണ്ണുകളുള്ള ചാര ഉപഗ്രഹമാണ്. ഈ ക്യാമറ കണ്ണുകളുള്ള ചാര ഉപഗ്രഹം അത് നമ്മൾ അവിടെ നിന്ന് ലോഞ്ച് ചെയ്തില്ല. നമ്മളത് പ്രൈവറ്റായിട്ട് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിന് കൊടുത്തു. ഒന്ന് ലോഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പ്രൈവറ്റ് ഏജൻസി ആണല്ലോ, എന്താ നമ്മൾ ലോഞ്ച് ചെയ്ത് തരാം, അതാണ് അവരുടെ പണി. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്യാനായിട്ട് അവിടെ കൊണ്ട് ലോഞ്ച് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യ എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ മാത്രം മതി. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 വരുമ്പോഴൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അടക്കം പ്രതീക്ഷ എന്ന് പറയുന്നത്. മുച്ചൂട് മുടിച്ചു കളയും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ന്യൂയോർക്ക് ടൈംസ് ഈ പോസ്റ്റ്, അതായത് നമ്മുടെ ഈ കറവക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ക്ഷീര കർഷകനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നിങ്ങനെ എലൈറ്റ് ക്ലബ്ബിൽ കൊട്ടുന്ന ആ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞ ശേഷം അവന്മാർ കണ്ടതാണ്. ഇനി നോർവേ എന്ന് പറയുന്ന ആ ഒരു രാജ്യമുണ്ടല്ലോ, ആ രാജ്യത്തിൻ്റെ ഈ പത്രം, ഈ ഏഴാങ്കുലിയായിട്ടുള്ള ഈ പത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാത്രമല്ല, ഇപ്പോൾ ചിത്രം വ്യക്തമാണ്, അവന്മാർ ആരെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് വ്യക്തമാണ്. അതിന് ചൂട്ടുപിടിക്കുന്നതായിട്ട് ഇവിടെയുള്ള രാഹുൽ ഗാന്ധിയും ധ്രുവ് റാട്ടിയും പോലെയുള്ള ജർമ്മൻ ഷെപ്പേർഡുകളെ പോലെയുള്ള, അവൻ ജർമ്മനിയിൽ നിന്നാണ് കൊണയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എണ്ണമാണ് അതിന് എന്ത് ചെയ്യുന്നത്, ചൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്, എല്ലാം ഇവിടെ ഉണ്ടട്ടാ. അതായത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ ഏൽക്കുന്നതും അതിനു മുമ്പ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതവും നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മോദി ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മൃദുവായി പുള്ളി, ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. നമ്മൾ ഇന്നസെൻ്റ് പറയുന്നത് പോലെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും ചെയ്യരുത്. എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കണം. എന്നിട്ട് സമയം വരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മുന്നിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കണം. അതാണ് പ്രധാനമന്ത്രി മോദിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. അപ്പോൾ എന്തായാലും ഇത് പുള്ളിക്കാരെ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ BBC പണി കൊടുത്തു, നമ്മൾ ഹിഡൻബർഗിന് പണി കൊടുത്തത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഹിഡൻബർഗ് എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ എവിടെയാണ് അറിയാമോ? സുഡാപ്പ് ഇന്ദ്രത്താണ്, പൂട്ടി അടച്ചുപൂട്ടി, താഴിട്ട് പൂട്ടി. ഇപ്പോൾ അതിൻ്റെ ഓഫീസ് പോലും ഇല്ലെന്നാണ് കേൾക്കുന്നത്. അതായത് അഡാനിക്കെതിരെ വലിയ രീതിയിലുള്ള കണ്ടെത്തലുമായിട്ട് വന്നതാണ്, രണ്ടും ചെന്ന് പൂട്ടിപ്പോയി. അതാണ് ഹിഡൻബർഗ്. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തക ഹെയ്ല ലിങ്ക് എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂട്ടിപ്പോയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അവരത് പൂട്ടിച്ചതാണ്. അപ്പോൾ അവരത് പൂട്ടിയിട്ടിട്ട് എന്താണ് വലിയ രീതിയിൽ നാടകം കളിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. കാരണം
ഒരു 10 പൈസയ്ക്ക് കൊള്ളാത്തൊരു മാധ്യമപ്രവർത്തക. 1.6K ഫോളോവേഴ്സ് മാത്രം ട്വിറ്ററിലുണ്ട്. ഇതുകൊണ്ട് 1.6K ഫോളോവേഴ്സ് 16 ലക്ഷം നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളിൽ നിന്ന് ഫോളോ ചെയ്താലും, പിന്നെ അവർക്ക് ഇംഗ്ലീഷും മലയാളം ഒന്നും വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും പോയി ഫോളോ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണോ എന്നറിയില്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പബ്ലിസിറ്റിയുടെ ഒരംശം കിട്ടിയാൽ മതി ഇവൾ ലോക ഫേമസ് ആവും. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണോ എന്നുകൂടെ നമുക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും നോർവേ പത്രങ്ങളുടെയൊക്കെ സംഭവം ഇതാണ്. അതായത് ഉമാറിൻ്റെ മാധ്യമ ഇൻഡെക്സിലെ നമ്പർ 1 പ്രവണത എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ ദിവസം സിബി ജോർജ് പറഞ്ഞ കാര്യം, നമ്മുടെ പോപ്പുലേഷൻ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ലോകത്തിനൊരു ബർഡനല്ല, ലോകത്തിനൊരു ഭാരമല്ല, മറിച്ച് അത് ലോകത്തിന് വലിയ രീതിയിലുള്ളൊരു അനുഗ്രഹമാണ്. നമുക്കിത്രയും പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൊണ്ട് ഇറക്കിയാൽ മാത്രം പോരല്ലോ, അത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടേ. ഒരു ഐഫോൺ വാങ്ങിക്കാനും, ഒരു S26 അൾട്ര വാങ്ങിക്കാനും, ഒരു പോർഷെ വാങ്ങിക്കാനും, ഒരു ലംബോർഗിനി വാങ്ങിക്കാനും, ഒരു ലെക്സസ് വാങ്ങിക്കാനും, ഒരു ഐമാക്ക് വാങ്ങിക്കാനും, എന്തിനു പറയുന്നു, ഒരു വലിയ ബംഗ്ലാവ് വയ്ക്കാനും, അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കുമ്പോൾ അത് കഴിക്കാനും അത് അഫോർഡ് ചെയ്യാനുള്ള ജനമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. അത്രയ്ക്കും വെൽത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നിങ്ങളത് അറിഞ്ഞ് പെരുമാറണം എന്നാണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകയ്ക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അതിലവർ ചൂളിപ്പോയി എന്നുള്ളതാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 32 ആണ്, 38 ആണ്, 36 ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും കൂടുതൽ അത്രാമത് അങ്ങനെ പറയാം, അത്രാമതൊരു സിവിലിയൻ ബഹുമതിയാണ് ഈ നോർവേ സർക്കാർ കൊടുത്തത്. അതായത് നോർവേയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അടുത്ത ദിവസം തന്നെ ചിത്രം വ്യക്തമായെന്നുള്ളത്, ഇവന്മാർ ആരെയാണ് കൃത്യമായിട്ട് ഇവന്മാർ ഉന്നം വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എക്സ്പോസ്ഡ് ആയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ കൊണയ്ക്കരുത്. നമ്മുടെ രാജ്യം പഴയ രാജ്യം പോലെയൊന്നുമല്ല. നമ്മൾ വിചാരിച്ചാലെന്നല്ല, നമ്മൾ ചെയ്തിരിക്കും. പണ്ട് വിചാരിച്ചാൽ ചെയ്യുമെന്നല്ല, ഇപ്പം അങ്ങനെയല്ല, വിചാരമൊന്നുമില്ല, ചെയ്തിരിക്കും. പകയൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും, നമ്മളൊന്നും മറക്കൂല. ഇപ്പം അങ്ങനത്തെ ഒരു രാജ്യമായി പരിണമിച്ച് കഴിഞ്ഞു. നമ്മുടെ മൊട്ട അരുണുണ്ടല്ലോ, റിപ്പോർട്ടറിലെ പുതിയ സെൻട്രൽ വിസ്ത ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ അശോകസ്തംഭം കൊണ്ടുവച്ച്, അശോകസ്തംഭത്തിൽ സിംഹം ഉണ്ടല്ലോ, സിംഹങ്ങളിരിക്കുമല്ലോ, ഈ സിംഹങ്ങളുടെ വായിലെ ദ്രംഷ്ട, അതായത് പല്ല്, ഇങ്ങനെ കൂർത്തിരിക്കുന്ന പല്ല് നല്ല വ്യക്തമായിട്ട് അതിൽ കാണാമായിരുന്നു. അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പറഞ്ഞത്, എൻ്റെ സിംഹം ഇങ്ങനെയല്ല, അതിൻ്റെ ദംഷ്ടകൾ ഇത്രമേൽ കൂർത്തതല്ലായിരുന്നു. പിന്നെ സിംഹം പുല്ലാടെ തിന്നുന്നത് അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പണ്ടും ഇന്നും ഈ ദ്രംഷ്ടകൾ കൂർത്തത് തന്നെയായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ദ്രംഷ്ട ഇല്ലായിരുന്നു. വാ പളന്നിരിക്കുന്ന സിംഹത്തിനെ നമുക്ക് കാണാൻ പറ്റും, അതിൽ ദ്രംഷ്ട ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ദ്രംഷ്ട അതുള്ള സാധനമാണ്, കൃത്യമായിട്ട് ദൃശ്യമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഓരോ നയങ്ങളിലും കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. കടിച്ച് കൊതറിക്കളയും. അപ്പോൾ ശരി.